അങ്ങനെ കുറേ കാലം അവിടെ ഇരിക്കും. അപ്പോൾ അടിയിലിരിക്കുന്ന ചില നോട്ടൊക്കെ ചെതൽ പിടിച്ചു പോകും, അല്ലെങ്കിൽ അത് കളർ വ്യത്യാസം വന്ന് ചീത്തയായി പോകും. പക്ഷേ എന്നാലും അധികം പൈസയും പോവുകയില്ല. അപ്പോൾ ഇങ്ങനെ സമ്പാദ്യശീലമുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസിൽ, റവന്യൂവിൽ ഒക്കെ ഉണ്ട്. അതുപോലെ ജഡ്ജിമാരുടെ ഇടയിൽ സമ്പാദ്യശീലമുള്ള ചില ആളുകളിലുണ്ട്. കുറച്ച് പേരുള്ളൂ, അപൂർവത്തിലെ അത്യപൂർവം എന്ന് പറയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പേര് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. പേര് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അലഹബാദ് ഹൈക്കോടതിയിൽ ദീർഘകാലം ജഡ്ജിയായിരുന്ന ആളാണ്. സാധാരണ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിലുണ്ട്. വക്കീലിൻ്റെ മകൻ വക്കീലാവും, ജഡ്ജിയുടെ മകൻ ജഡ്ജിയാവും. അതുപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജഡ്ജിയായിരുന്നു, ഇദ്ദേഹം ജഡ്ജിയായി. ഇദ്ദേഹത്തിൻ്റെ മകനും വൈകാതെ ജഡ്ജിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹത്തിൻ്റെ ജനനത്തീയതി 1969 ജനുവരിയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് 2031 വരെ നീതിപതിയായിട്ടിരുന്ന് ന്യായം നടപ്പാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.